ഇന്ന് കാണുന്ന VS നന്നായി തടിച്ച് നന്നായി വൃക്ഷത്തിൽ സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ആലപ്പുഴക്കാരനെന്നുള്ള നിലയിൽ പലപ്പോഴും ഞങ്ങളോട് വളരെ സ്നേഹവും വാത്സല്യവും അദ്ദേഹം കാട്ടി. നിലപാടുകളിൽ കാർക്കശ്യമുണ്ടായിരുന്നു, പ്രത്യയശാസ്ത്രപരമായി ഭിന്നതകളുണ്ടായിരുന്നു എങ്കിൽ പോലും നല്ല ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ജനങ്ങൾ നേരിട്ട് ഇന്നാണ് മുഖ്യമന്ത്രി വേണം എന്ന് തീരുമാനിച്ചുറച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2006. അന്ന് ഞങ്ങളൊക്കെ UDF സ്ഥാനാർത്ഥികളായിട്ട് നിന്ന് പരാജയപ്പെട്ടാണ്. അതിൻ്റെ മുഖ്യ കാരണം PS മതി CM ആയിട്ട് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ജനത്തിന് മൊത്തത്തിൽ. തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അനീതിയാണെന്ന് തോന്നുന്ന ഓരോ സന്ദർഭങ്ങളിലും നിർഭയമായി പറയാൻ അദ്ദേഹം ധീരത കാണിച്ചു. ഒടുവിൽ മരണത്തോടും അദ്ദേഹം എതിരിടുകയായിരുന്നു. പാവങ്ങളുടെ പടത്തലവന് ആദ്യമേ എൻ്റെ പ്രണാമം ചെയ്യുകയാണ്. പാവങ്ങൾക്ക് വേണ്ടിയും സ്ത്രീകൾക്കും കുട്ടികൾക്ക് വേണ്ടിയും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയും പ്രവർത്തിച്ച ഒരു മഹാതുല്യനാണ്, മഹാജനനായകനാണ് ശ്രീ VS-ന് പകരം വയ്ക്കാനാണില്ല. VS എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സാഹചര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ മാറുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇങ്ങനെ കാണിക്കാൻ ഒട്ടുമായി പാർട്ടി. അപ്പോൾ അവിടെ ഡെപ്യൂട്ടി മേയറാണ് VS-ൻ്റെ പ്രധാന എല്ലാം കണക്കാണ്. VS കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി, കരുത്തനായ പ്രതിപക്ഷ നേതാവ്, തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അണിയായി ആ നിലകളിൽ ജനപ്രിയ നേതാവ് എന്ന നിലയ്ക്ക് കേരളത്തിന് ദീർഘനാൾ സേവനം ചെയ്ത നേതൃത്വമാണ് VS-ൻ്റെത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കും കേരള ജനതയ്ക്കും വലിയ നഷ്ടമാണ്. തൊഴിലാളി പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയായി, LDF കൺവീനറായി, പ്രതിപക്ഷ നേതാവായി, ദീർഘനാളും മുഖ്യമന്ത്രിയായി എല്ലാം പ്രവർത്തിക്കാൻ VS-ന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ എതിർപ്പുകൾക്ക് നിൽക്കുമ്പോൾ വ്യക്തിപരമായി എല്ലാവരുമായി നല്ല സൗഹൃദം CPM നേതൃത്വം വളരെ കുട്ടിക്കാലം മുതൽ അടുത്തറിയുന്ന നേതാവാണ് ശ്രീ അച്യുതൻ. ഞങ്ങളൊരു ജില്ലക്കാർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ആലപ്പുഴയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അദ്ദേഹവുമായിട്ടൊരു നല്ല വൈകാരികമായ അടുപ്പമുണ്ട്. ആദ്യമായി ഞാൻ അദ്ദേഹത്തെ കാണാൻ ഞങ്ങളുടെ നാട്ടിലൊരു പൊതുയോഗത്തിൽ വരുന്നു. ഇന്ന് കാണുന്ന VS നന്നായി തടിച്ച് നന്നായി വൃക്ഷത്തിൽ സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ആലപ്പുഴക്കാരനെന്നുള്ള നിലയിൽ പലപ്പോഴും ഞങ്ങളോട് വളരെ സ്നേഹവും വാത്സല്യവും അദ്ദേഹം കാട്ടി. നിലപാടുകളിൽ കാർക്കശ്യമുണ്ടായിരുന്നു, പ്രത്യയശാസ്ത്രപരമായി ഭിന്നതകളുണ്ടായിരുന്നു എങ്കിൽ പോലും നല്ല ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. നല്ല സൗഹൃദം, കാണുമ്പോഴൊക്കെ നല്ല സൗഹൃദം അദ്ദേഹം പുലർത്തുന്നത്. കാണുമ്പോൾ നമുക്കൊരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനഃശുദ്ധി, അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും KPC പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നു. ആ സംസാരങ്ങളെല്ലാം എപ്പോഴും കൃത്യമായി. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യത്യസ്തനായ VS. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് നഷ്ടം തന്നെയാണ്. അദ്ദേഹം എപ്പോഴും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പാർട്ടിക്കകത്തും പുറത്തും അദ്ദേഹം എടുത്ത നിലപാടുകൾ കേരളത്തിന് മുമ്പിൽ 82ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായിട്ടും തളർച്ചയില്ലാതെ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തീർച്ചയായും ഈ വിയോഗം നമുക്കൊരു നഷ്ടമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ആദരാഞ്ജലികൾ കേസുമായിട്ടുള്ള ഏറ്റവും നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം നിയമസഭയെ പ്രസിഡന്റ് ഫയൽ എന്നെ കാണിക്കുന്നത് ഞാൻ ആ ഫയൽ അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. അതിന് ഞാൻ കൺവിൻസ് ചെയ്തു. ഞാൻ ആ നിലപാട് എന്തുകൊണ്ട് അസംബ്ലിയിൽ
എന്ന് ഞാൻ കൺവിൻസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇതിൻ്റെ നിര്യാണം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രിയാണ്. 2006 അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചപ്പോൾ ഒരു എല്ലായിടത്തും വലിയൊരു പ്രതിഷേധ പ്രകടനം. ജനങ്ങൾ പാർട്ടി നോക്കാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് PS-ന് അന്ന് പിന്തുണ പ്രഖ്യാപിക്കുക. അതനുസരിച്ച് പാർട്ടി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കി മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ ഫലത്തിൽ ജനങ്ങൾ നേരിട്ട് ഇന്നാൾ മുഖ്യമന്ത്രി വേണം എന്ന് തീരുമാനിച്ചുറച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2006. അന്ന് ഞങ്ങളൊക്കെ UDF സ്ഥാനാർത്ഥികളായിട്ട് നിന്ന് പരാജയപ്പെട്ടാണ്. എൻ്റെ മുഖ്യ കാരണം PS മതി CM ആയിട്ട് എന്നുള്ളൊരു ചിന്താഗതിയായിട്ട് ജനത്തിന് മൊത്തത്തിലുണ്ട്. അങ്ങനെ ഒരു മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്ത് മതിയും പ്രതിപക്ഷത്തിൻ്റെ. അപ്പോൾ എല്ലാ രംഗങ്ങളിലും തെറ്റുകൾക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ടാണ് ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പോലും അദ്ദേഹത്തിന് ജനങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. ആ ശൈലിയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിര്യാണം പൊതുസമൂഹത്തിന് നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പല തെറ്റുകളും കാണുന്നു. ഇതൊക്കെ VS ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ല എന്നൊരു ഫീലിംഗ് മൊത്തത്തിൽ തീർച്ചയായിട്ടും ഈ നിര്യാണം സമൂഹത്തിന് നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും പാർട്ടിയോടും ഞങ്ങൾ ഫ്രണ്ടിൽ കയറാതെ അങ്ങോട്ട് സൂം ചെയ്യും. ഞങ്ങളിവിടെ ഫ്രണ്ടിലുണ്ട്. ഓ, നീ എവിടെ ഇരിക്കുന്നു? ആ സ്റ്റെപ്പിൽ തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ, അനീതിയാണെന്ന് തോന്നുന്ന ഓരോ സന്ദർഭങ്ങളിലും നിർഭയമായി പറയാൻ അദ്ദേഹം ധീരത കാണിച്ചു. ഒടുവിൽ മരണത്തോടും അദ്ദേഹം എതിരിടുകയായിരുന്നു. അങ്ങനെയാണ് 102-ാം വയസ്സിൽ VS അന്തരിച്ചത്. നമ്മയെല്ലാം വേർപെട്ടത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണത്. നമ്മുടെ പൊതുജീവിതത്തിന് VS കാണിച്ചിട്ടുള്ള മാതൃകയാണ്. ആ മാതൃക നമുക്ക് പിന്തുടരേണ്ടതുണ്ട്. അതാണ് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഈ ദിവസത്തിൽ എനിക്ക് പറയുന്നത്. ദർബാർ ഹാളിൻ്റെ അവിടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മാറ്റാൻ അത്രയും അതുല്യമായ സംഭാവനയാണ് പാർട്ടിയിൽ
കേരളത്തിലെ പ്രസ്ഥാനത്തെ ഇന്നത്തെ കൊണ്ട് എത്തിക്കുന്നു. അപ്പോൾ ഇതിനെപ്പോലെ ആയിരക്കണക്കിന് ആളുകളെ ഗവർണറെ വളർത്തിക്കൊണ്ടുവരുന്ന സംഭാവന മഹത്തായ സംഭാവനയാണ്. അത് പിന്നെ ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. വിയോഗത്തിൽ അഗാധമായ ദുഃഖവും വിശ്വാസവും ഏറെ സഹായിക്കുന്നു. VS എന്ന് പറയുന്നത് കേരള ജനതയുടെ ഒരു ആവേശം, എല്ലാ പോരാട്ടങ്ങളിലും മുൻനിരയിൽ നിന്ന് നയിച്ചിരുന്ന ഒരു വലിയ വ്യക്തിത്വം. പോരാളിയായി സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും പോരടിച്ചു വന്ന ആ ഒരു ആവേശം ജനിപ്പിക്കാൻ, ജനങ്ങളിലെ ആ ഒരു ആവേശം ജനിപ്പിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനങ്ങളുടെ നടുവിൽ നിന്നുള്ള പ്രാർത്ഥന, പല സമരങ്ങൾക്കും കൊടുത്ത നേതൃത്വം, ഇതെല്ലാം അദ്ദേഹത്തെ കേരള ജനതയുടെ മനസ്സിൽ സ്ഥാനം നൽകി. അതാണ് ഇത്രയധികം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഇനി ആലപ്പുഴ വഴിയുള്ള യാത്രയിലും ആലപ്പുഴയിലും അദ്ദേഹത്തെ അനുഗമിക്കുന്നു. അതിൻ്റെ ആ ഒരു ദുഃഖം കേരളത്തിൽ തന്നെയാണ്. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ളൊരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെയാണെന്ന് നേരത്തെ അദ്ദേഹം LDF കൺവീനറായിരിക്കും ഞങ്ങളുടെ സംഘടനാ പ്രശ്നങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹം കഴിവറ്റ സഹായങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഭിന്നശേഷിക്കാർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് ശ്രീ VS. അതെ, അദ്ദേഹത്തിന് ഒരുപാട് സഹായങ്ങൾ പാവങ്ങളുടെ പടത്തലവന് ആദ്യമേ എൻ്റെ പ്രണാമം ഒക്കെയാണ്. പാവങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്കും കുട്ടികൾക്ക് വേണ്ടി, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാതുല്യനാണ്, മഹാജനനായകനാണ് ശ്രീ VS. VSന് പകരം വയ്ക്കാനാണില്ല. VS എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞാൻ അദ്ദേഹം LDF കൺവീനറായിരിക്കെ അദ്ദേഹത്തിനെ പോയി കാണുകയും നമ്മുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് എനിക്ക് മറുപടി തരുന്നത്. ഞങ്ങൾക്കും ഞങ്ങളുടെ സംഘടനകൾക്കും ചിരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് തരുന്നത്. അദ്ദേഹം ഏത് കവലയിൽ പ്രസംഗിക്കാൻ പോയാലും ഞങ്ങളെ ഒരു വാക്ക് കേൾക്കാൻ ഞാനവിടെ പോകും. ഒന്നും കല്ലിൻ്റെ ഇടയിൽ കൂടെ ഇടിച്ചു കയറി ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കും. അദ്ദേഹത്തിൻ്റെ ചിരി വല്ലാത്തൊരു ചിരിയാണ്. 2 പ്രാവശ്യം അദ്ദേഹം ഒരു പോയിന്റിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ്. നമസ്കാരം.
15 വർഷം ഞാൻ നിയമസഭയുടെ VSൻ്റെ മന്ത്രിസഭയിൽ അംഗമായി. പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തിന് അനുയായി. ഞാനും അദ്ദേഹവും പിന്നെ 5 വർഷം സഭയുടെ അകത്ത് ഔദ്യോഗികമായ ഒരു കാര്യമില്ലാതെ VSനെ പോലെ ഒരാളെ കേരളത്തിൽ വളരെ പ്രതീക്ഷിക്കാവുന്നത്. അദ്ദേഹം താത്വികാചാര്യൻ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ ഒന്നുമല്ല അദ്ദേഹത്തിൽ ഞാൻ കണ്ട പാവപ്പെട്ടവൻ്റെ ഭാഷ, പാവപ്പെട്ടവൻ്റെ സ്പന്ദനം, പാവപ്പെട്ടവൻ്റെ ശബ്ദം, കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖവും പുതിയ ശബ്ദവും ധന്യമായ ജീവിതമാണ്. കറപുരളാത്ത രാഷ്ട്രീയ നേതാവ്, ഭരണാധികാരി. ഒരുപാട് അനുഭവത്തിലായിരുന്നു സമയമില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പലരും വേട്ടയാടിയപ്പോഴും ഞാൻ നല്ല പാറ പോലെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ശക്തനായിരുന്നു എല്ലാ കാര്യങ്ങളും. അവസാനം വരെ ഞാൻ അദ്ദേഹത്തിന് ഇന്ന് കേരളം അമ്പരം നിൽക്കുക. എവിടെ ഞങ്ങളുടെ VS കേരളത്തിലെ നാട്ടിൽ ആവശ്യമില്ല. ഇനിയും ഒരു VSന് വേണ്ടി കേരളം പ്രതീക്ഷയോടെ കാട്ടി. സമകാലീന രാഷ്ട്രീയ ബന്ധപ്പെടുമ്പോൾ VS അതുല്യനായ ഒരാളാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഭരണക്കൂട്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളോടൊപ്പം ഞാനുമെൻ്റെ മതരാജ്യം. ആദ്യം കൊടുത്തില്ല. എങ്ങനെയാണ് ഏറ്റവും സമ്പന്നരായ VSനെ മറ്റ് പലരും വേർതിരിച്ച് നോക്കുന്നത് ഏറ്റവും സാധാരണ ജനിച്ച് തൊഴിലാളിയായി തൊഴിലാളി പ്രവർത്തകനായി അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അദ്ദേഹം പ്രക്ഷോഭങ്ങളിലും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ഏറെ വ്യക്തിമുദ്ര ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഉദാഹരണത്തിന് ഇന്ന് കേരളം സ്വതന്ത്ര സ്വാതന്ത്ര്യമായി യഥാർത്ഥത്തിലെ 1997 ഞാൻ VSനൊപ്പം ഉണ്ടായിരുന്നു. എറണാകുളത്ത് ചെറുപ്പക്കാർ ആരംഭിച്ച ഒരു IT സഹകരണ ചെല്ലി മനസ്സിലായി. അവർ ശ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് VSനോട് സംസാരിച്ചത് കേട്ടിരുന്ന VS 2 മണിക്കൂർ നേരം ചോദിച്ചറിഞ്ഞിരുന്നു. പിന്നീട് ഒരു 10 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രിയായി
IT നയമുണ്ടാക്കിയപ്പോഴും അന്ന് സംസാരിച്ച പലരെയാണ് ആ നയമുണ്ടാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. ഇന്ത്യ രാജ്യത്ത് അല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഫ്രീ സോഫ്റ്റ്വെയറിന് ഔദ്യോഗിക നയത്തിന് സ്ഥാനം കൊടുക്കുന്നതുമല്ല അതിനൊരു അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി കേരളത്തിൽ സ്ഥാപിച്ചു. അതാ ഞാൻ പറഞ്ഞു, വളരെ സൂക്ഷ്മതയോടെ ക്ഷോഭം കാര്യങ്ങളെല്ലാം ഈ ഭരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം തുറന്നു വെക്കുന്ന അദ്ദേഹത്തിൻ്റെ രാജ്യഭരണത്തിനിടയിൽ 3 ആവശ്യം നിലപാടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിന് കൊണ്ടുവന്ന് അന്വേഷിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന അപൂർവം നേതാക്കന്മാരിൽ ഒരാളായിരുന്നു VS എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട്, എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട്, സാഹചര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ മാറുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഒരു തടസ്സമായില്ല, മറുവശത്താരാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു തടസ്സമായില്ല. എല്ലായ്പ്പോഴും ഇല്ലാത്തവന് വേണ്ടി, ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അധസ്ഥിതർക്ക് വേണ്ടി, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതോടൊപ്പം അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയാവുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത കാഴ്ചപ്പാട്, ഇത് രണ്ടുമാണ് VSനെ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഏറ്റവും വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാട് അത് തീർച്ചയായിട്ടും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം ആണ്. പക്ഷെ അതിനപ്പുറത്ത് ജനകീയ വിഷയങ്ങളിൽ നിലപാടെടുക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിടവായിട്ട് VSന്റെ വേർപാട് അവശേഷിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു